ഒരു സിമ്പിളായിട്ടുള്ള കോവയ്ക്ക ഫ്രൈ റെസിപ്പിയാണിത്. നമ്മൾ ആദ്യം തന്നെ കുറച്ച് കോവയ്ക്ക കഴുകിയെടുക്കുന്നു. എന്നിട്ട് നമ്മൾ വട്ടത്തിലരിയുന്നു. ശരിക്കും ഇത് നീളത്തിൽ അരിഞ്ഞിട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ വട്ടത്തിൽ അരിയുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ മറ്റേത്. അതും പിന്നെ കുറച്ച് തൈരും കൂടി കൂട്ടി മിക്സ് ചെയ്യാം. ശരിക്കും ഈ പച്ചക്കറിയിൽ തൈരില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കാരണം ഓൾറെഡി ഈ കോവയ്ക്കൊക്കെ ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ തൈര് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നന്നായിട്ട് വരും. പിന്നെ ഒരു പാൻ എടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്ന പോലെ മതി. അത് കഴിഞ്ഞ് പിന്നെ കോവയ്ക്കൊക്കെ അതിൽ ഇങ്ങനെ നിരത്തി വെക്കണം എന്നൊന്നുമില്ല, കുറച്ചുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. നമുക്ക് ഒരുമിച്ച് അതിനകത്തേക്ക് തട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ കുറച്ച് ഓരോന്നായിട്ട് വെച്ചിട്ട് പിന്നെ തീരാത്തത് കൊണ്ട് ഒരുമിച്ച് നമ്മളങ്ങോട്ട് തട്ടി. അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചും മറിച്ചും പയ്യെ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് നല്ല ചോറും തൈരും പപ്പടവും ചമ്മന്തിപ്പൊടിയും അച്ചാറും കോവയ്ക്ക ഫ്രൈ ഒക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് തിന്നാനായിട്ട്